എന്താ പാട്? നമ്മളിതാ പോന്നട്ടാ, നമ്മള് ഷിംലക്ക് പോന്നട്ടാ, നമ്മള് ഷിംലക്ക് പോന്നട്ടാ. ഏത് മച്ചാ ഇനിയും പിള്ളേര് വരാണ്ട്. അത്രേ ഉള്ളു മച്ചാ. നമ്മളിതാ ഇപ്പൊ പിള്ളേര് ബാക്കി കൂടെ വരാണ്ട്. ഏത് കാണിച്ചു തരട്ടാ. ഗൈസ്, നമ്മളീ കാണുന്ന 8 ആൾ കൂടിയാണ് ഈ ഹിമാചൽ ട്രിപ്പിന് പോയത്. നമ്മളിതിനു വേണ്ടി 2 മാസം മുന്നേ തന്നെ ട്രെയിൻ ടിക്കറ്റും കാര്യവും എല്ലാം സെറ്റാക്കി. നമ്മൾ ആദ്യം കണ്ണൂർ ടു ചണ്ഡീഗഡ്, ചണ്ഡീഗഡ് ടു കൽക്ക, കൽക്ക ടു ഷിംല. ഇതായിരുന്നു നമ്മുടെ ട്രാവൽ റൂട്ട്. നമ്മൾ ടോയ് ട്രെയിനിന്റെ ടിക്കറ്റ് എടുക്കാൻ പോലും കിട്ടുമെന്നറിയില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. കൽക്കയിലെത്തി. പിന്നെ ടോയ് ട്രെയിനിലാണ് ഷിംല വരെയുള്ള യാത്ര. കുറെ പേരൊക്കെ പറഞ്ഞ ടിക്കറ്റ് കിട്ടും. ഏറ്റവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനമാണെന്നാണ് പറയുന്നത്. ഇതാ ടിക്കറ്റ് കൗണ്ടറിന്റെ ഇവിടെ എത്തിന് നോക്കട്ടെ കിട്ടുമെന്ന്. കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ ഒന്ന് ടിക്കറ്റ് എടുക്കാൻ പോകുന്നുണ്ട്, നോക്കാം. കിട്ടിയ എല്ലാരും ചിലപ്പോ നമുക്കത് കേറാലോ. എന്താ പാട് വെച്ചാ അമ്മക്ക് ടിക്കറ്റ് കിട്ടി. വിചാരിച്ചില്ല കിട്ടുന്നു. എല്ലാരും കൊറേ പേര് പറഞ്ഞു ടിക്കറ്റ് കിട്ടൂലെന്ന്. അങ്ങനെ വന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് പെട്ടെന്ന് തന്നെ കിട്ടി. ആള് കുറവാ, അങ്ങനെ തിരക്കൊന്നുമില്ല. ട്രെയിനിലെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ഇവിടെ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലാണ് തിരക്കുള്ളൂ. ട്രെയിനിലും കൂടെ സീറ്റ് വല്ലതും കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി പിള്ളേരുടെ അടുത്ത് പറയുമ്പോൾ റിയാക്ഷൻ കാണിച്ചതാണ്. ഇതാ തോന്നുന്നു നമ്മുടെ ടോയ് ട്രെയിന്. അപ്പൊ ഇതിലായിരിക്കും ഇനി അടുത്ത 5 മണിക്കൂറത്തെ യാത്ര. ഫുള്ള് റഷായി, എല്ലാം ആകെ റഷായി. എന്നിട്ട് റിസർവ്ഡ് കിട്ടുമോ നോക്കി. റിസർവ്ഡിന് ഭയങ്കര പൈസ പറയുന്നത്, 530 രൂപ ഒരാൾക്ക്. അപ്പൊ വേണ്ടാന്ന് വെച്ച് ഇനി എന്താവും അറിയില്ല. കയറിയിട്ട് ഇവിടെ നമ്മളെ ഭായിമാരുണ്ട്. ഹായ്, ഹലോ, ജയ ബാബാഗി. ഇവര് സിസ്റ്റം പാടുകാങ്കെ ജയ ബാബാഗി. അറിയില്ല എന്താ പറയുന്നതെന്ന്. അപ്പൊ അവരെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു അവിടെ നിക്കാൻ വേണ്ടിട്ട്. നല്ല ആൾക്കാരെ ഗൈസ്, പക്ഷെ അവരവിടുന്ന് മാറില്ല എന്ന് പറഞ്ഞു ഗൈസ്. നമ്മള് വ്ലോഗേഴ്സ് ആണെന്ന് പറഞ്ഞു ഗൈസ്. അപ്പൊ അവര് അതും പറഞ്ഞ് മാറി തരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. വ്ലോഗെല്ലാം ചെയ്യണം, അപ്പൊ ഒന്ന് മാറി തരുമോ പ്ലീസ്. അവര് പറഞ്ഞു ഗൈസ് ട്രെയിനിന്റെ മുകളിൽ കയറി പൊക്കോന്ന് പറഞ്ഞു. ഞങ്ങൾ ഓൾവിനെ കയറ്റിയാലോ ഇല്ലയോ എന്ന് ആലോചിക്കുകയാണ് ഗൈസ്. നമ്മളെടുത്ത് പറഞ്ഞപ്പാട് ട്രെയിനിന്റെ മേലെ കയറിയിട്ട് ചെയ്യാൻ പാടില്ല ഗൈസ്, റിസ്ക് ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. സേഫ്റ്റി ഫസ്റ്റ്. കേട്ടല്ലേ, ഇവൾ ഇമാരിയെല്ലാം ഇളക്കി തരൂ. യൂസ് പ്രിക്കോഷൻസ്. ഇവരെ വീട് എവിടെയാ? അടുത്ത വീട് ഹരിയാന അടുത്താ. ഞങ്ങൾ ഇത്ര അടുത്തല്ലേ, അടുത്ത ആഴ്ച വന്നാലും കേറാം. एनी टाइम मैं टॉय ट्रेन जाऊंगा, मैं नहीं मालूम, നമുക്ക് പറ്റൂല.
बोल रहे हैं आप लोग इधर करो इसको बोल के ब्लॉग के अंदर लेगा हमको भी ബ്ലോഗിൽ ഇവരെയും ചേർക്കണം എന്നാ, लेगा हमको भी ഇവരെയും കൂട്ടണം എന്നാ. നമ്മളിവിടെ വ്ളോഗിൽ വരണം എന്നാ പറയുന്നത് ഇവര്. ബൈ हरियाणा से हरियाणा ഹരിയാന. ആ ഇവര് ഹരിയാന എന്നാണ്. जय बाबा की കല്ലായി 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 നമ്മളെ സ്ഥലത്തെ നാട്ടിന്റെ പേരാണ് ഇത്. കല്ലായി ബ്രോ, ഇത് കടലുണ്ടി ബ്രോ. ബ്രോ പേര് നാം നാം സച്ചിൻ. സച്ചിൻ സച്ചിൻ കല്ലായി. രാജു ഇത് മലയാളി ചേട്ടാ. ഈ ചേട്ടൻ എന്തായിരുന്നു പേര്? റിഫാക്ക്. റിഫാത്ത്. അപ്പൊ നമുക്ക് വൈബ് ടീമിനെ കിട്ടീന്. നമ്മളെ ടീമാ വെച്ചാ നമ്മളെ പിള്ളേര്. നമുക്ക് നല്ല കിണ്ണം പിള്ളേരെ കിട്ടീന്. കല്ലായി എണ്ണ, പിന്നെ സച്ചെണ്ണ, ആൾക്കാരെല്ലാം കിട്ടീന് നമുക്ക്. ഇതൊക്കെ സ്ഥലമുണ്ട്, പക്ഷെ നീങ്ങി തരുന്നുണ്ട് ഒരുമാതിരി. എല്ലാം സെൽഫിഷാ, എല്ലാവരും സെൽഫിഷ്. അവർക്ക് എല്ലാ സ്ഥലവും ഉണ്ട് അവിടെ. നടക്കൂല. കല്ലായി ഉണ്ടെങ്കിലും എല്ലാരും നല്ലതാണ്. പക്ഷെ ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാം. ഒന്നും ചെയ്യാനില്ല. ഇവിടെ നടുവിലേക്കൊന്നും കയറാൻ പോലും കഴിയില്ല. വ്ലോഗ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്ന കാരണം അല്ലെങ്കിൽ ഫോൺ താഴെ വീഴും ഗൈസ്. ഇവിടെയുണ്ട്. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ക്ലിക്ക് കിട്ടുമെങ്കിൽ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ അതാ വണ്ടി അങ്ങനെ 5 മണിക്കൂർ തിങ്ങി നെരുങ്ങി കഷ്ടപ്പെട്ട് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി ഗൈസ്. എൻ്റെ അമ്മോ, 1.5 യാത്രയാണ്. വരാൻ തയ്പ്പോയി ഗൈസ്, വരാൻ തയ്പ്പോയി. ശരിക്കും നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മള് ലൈഫില് 1 ടൈം എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാണ്. പക്ഷെ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ നമുക്കൊരു മൂഞ്ചൽ കിട്ടി. ടോയ് ട്രെയിൻ ജനറലി കയറാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം ബുക്ക് ചെയ്തിട്ട് തന്നെ കയറാൻ നോക്കാം. പിന്നെ രണ്ടാമത് നമ്മൾ റീലിലെല്ലാം കണ്ട് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത് ആവേശം കൊണ്ടെങ്കിൽ വന്നിട്ട് ഒരു തുള്ളി മഞ്ഞുണ്ടായിട്ടില്ല. മഞ്ഞില്ല. നമുക്ക് ബാക്കിക്കേട് അതന്നെ. പക്ഷെ വരുന്ന വഴിയൊന്നും ഒരു രക്ഷയില്ല. എല്ലാം നല്ല അടിപൊളി സ്ഥലം. പിന്നെ കുറെ കമ്പനിക്കാരെ കിട്ടി, ബംഗാളികൾ ഇതല്ലോ. പക്ഷെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് ചാർജില്ല. കാരണം ഭയങ്കര തിക്കായിരുന്നു, ഒരു രക്ഷയില്ല. നല്ല നല്ല ടീമായിരുന്നു. രാജുഭായും പിള്ളേരും മച്ച നമുക്ക് കടലൊക്കെ വാങ്ങി തന്ന നല്ല സൂപ്പർ സാധനം. റൂം നോക്കാൻ പോവാണ് ഗൈസ്. നമ്മളിന്ന് റൂമൊക്കെ നോക്കണം. അപ്പൊ അങ്ങനെ എടുത്ത് ഇന്ത്യൻ കോഫി ഹൗസ് മസാല ദോശ നൂഡിൽസും എല്ലാം വെച്ച് ചെയ്യാൻ നമ്മൾ റൂം പരിധി ഇറങ്ങി ഐസ്. നമ്മളിപ്പോൾ 4 പേരാണ് നടക്കുന്നത്. ബാക്കിയുള്ള 4 പേര് ഷിംലയിൽ നിന്ന് തന്നെ ഊബർ പിടിച്ചിട്ട് പോയി. നമ്മൾ ജസ്റ്റ് ഒന്ന് വൈബ് ചെയ്ത് നടക്കാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഇറങ്ങിയതാണ്. വല്ലാത്ത വൈബായി പോയി. കുറേ നടക്കാനുണ്ട്. ഇത് കുഴപ്പമില്ല, ഭയങ്കര രസമുള്ള സ്ഥലം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമുക്ക് നടക്കാൻ പറ്റും. എൻ്റെ മുത്തേ അങ്ങനെ എത്തി റൂമില്. കുറേ നടന്ന് ഒരു രക്ഷയില്ല. നടന്ന് തന്നെ കാണുന്ന ഈ സ്ഥലം. എൻ്റെ അമ്മ ഷിംലേന്ന് എന്താ ഈ സ്ഥലത്തിൻ്റെ പേര്? മാൽ റോഡ്. എൻ്റെ ഹോട്ടൽ റൂമിൻ്റെ പേര് ഓർമ്മയില്ല. ഇവിടം വരെ നടന്നു. പക്ഷെ നടന്നത് ഭയങ്കര ഒരു രക്ഷയില്ല. അടിപൊളി സ്ഥലങ്ങൾ.